നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പേരൻ്റ് വന്നിട്ട് ചോദിച്ചു, എൻ്റെ മറ്റേണിറ്റി ലീവ് കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ് അയർലൻഡിലേക്ക്. എൻ്റെ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്, ഞാനിവിടെ ഏൽപ്പിച്ചേച്ചാണ് പോകുന്നത്. ഒരു 6-7 മന്ത്സ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും കുഞ്ഞിനെ കൊണ്ടുപോകാൻ. സോ ഈ 6-7 മന്ത്സോളം കുഞ്ഞ് ഇവിടെ ആയിരിക്കും, കുഞ്ഞിൻ്റെ അപ്പച്ചൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെ നിർത്തിയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അമ്മയുടെ അടുത്തുനിന്ന് മാറി നിർത്തിയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ഒരു പേരൻ്റ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പല പേരൻസിനും ഇങ്ങനൊരു കൺസേൺ ഉണ്ട്. വർക്ക് ചെയ്യുന്ന പല അമ്മമാർക്കും, ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞിന് പ്രോപ്പർ ടൈം കൊടുക്കാത്തത് കൊണ്ട്, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ള കൺസേൺ പല പേരൻസിനും ഉണ്ട്. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ. കുഞ്ഞിൻ്റെ 6 മാസം മുതൽ ആണ് കുഞ്ഞിന് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്, അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്, ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്, അങ്ങനെ പല അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. സോ 6 മന്ത്സ് മുതലാണ് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ സമയത്ത് കുഞ്ഞിന് ഒരു കെയർ ടേക്കർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ട്, അവൻ്റെ നീഡ്സ്, അതായത് ഫിസിക്കൽ നീഡ്സ് ആകാം, ഇമോഷണൽ നീഡ്സ് ആകാം, എന്തുമായിക്കോട്ടെ, ആ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. 1 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴാണ് കുഞ്ഞ് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. കുഞ്ഞ് ചുറ്റുമുള്ളിടത്തെല്ലാം ഓടിക്കളിക്കുക, എല്ലായിടത്തും കയറി ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും കുഞ്ഞ് ആ സമയത്ത്. അപ്പോൾ എല്ലായിടത്തും പോയി ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് പോയി നോക്കുക, അല്ലെങ്കിൽ ഓടിപ്പോയി നോക്കുക, അങ്ങനെ ഓടി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കുഞ്ഞ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് വേണം. സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊച്ച് കോൺഫിഡൻ്റ് ആയിരിക്കും, കൊച്ച് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കുഞ്ഞിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇൻ ബിറ്റ്വീൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ സേവ് ചെയ്യാൻ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇപ്പുറത്ത് ഒരാളുണ്ട് എന്നുള്ള തോന്നലാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് അമ്മ പോകുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയില്ല. പക്ഷേ അമ്മ പോയതോടുകൂടി കൂടത്തിൽ കൊച്ചിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു പ്രൈമറി കെയർ ടേക്കർ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അമ്മ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുഞ്ഞിൻ്റെ കൂടത്തിൽ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുക. കൂടുതൽ ഇൻഡോർ ആക്ടിവിറ്റീസൊക്കെ കുഞ്ഞിൻ്റെ കൂടത്തിൽ കളിക്കുകയും അതുപോലെ കുഞ്ഞുമായിട്ട് പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കുഞ്ഞിൻ്റെ കൂടത്തിൽ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അച്ഛനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുക. കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്ത് പോവുക, പുറത്തുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, പുറത്തുള്ള ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ നല്ലൊരു അറ്റാച്ച്മെൻറ്റ്, അതായത് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് കുഞ്ഞിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള, അതായത് ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസും ഇല്ലാത്ത, അതായത് അസോസിയേറ്റഡ് കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ, IDയോ ഓട്ടിസമോ ADHDയോ അങ്ങനെയുള്ള ഒരു കണ്ടീഷനോ ഇല്ലാത്ത ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള കുട്ടികളിൽ ഇങ്ങനെ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഒന്നും കാണിക്കുകയില്ല കുട്ടികൾ. അതുകൊണ്ട് അമ്മമാർക്ക് ധൈര്യമായിട്ട് ഒരു കെയർ ടേക്കർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു റെസ്പോൺസീവ് വാം കെയർ ടേക്കർ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായി ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാം.